ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷൻഷബ് റെസിപ്പീസ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ചിപ്സാണ്, ചക്ക കൊണ്ടുള്ള ചിപ്സാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചിപ്സാണിത്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഒരു വിഷുവിന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയില്ല, അതിൻ്റെ ബാക്കി ചക്കയാണിത്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിപ്സാണിത്. ഇനി അത് വേസ്റ്റ് ചെയ്യാണ്ടല്ലോ, അതുകൊണ്ട് ഒരു ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഉമ്മ. നന്നായിട്ട് അതിൻ്റെ പുറന്തോടെ കളഞ്ഞ് അതൊക്കെ ചുളയൊക്കെ മാറ്റി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചുളയൊക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്, കുരിയൊക്കെ വേറെ ആക്കിയിട്ട്. ഈ ഒരു ഷേപ്പിലാണ് ഉമ്മ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ റൗണ്ട് ആക്കിയിട്ടൊന്നുമല്ല. ചിപ്സിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, നീളത്തിലല്ലേ. അതുകൊണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ അയക്കണു. ഞാൻ അപ്പോൾ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ കുറേ നേരമായി ഇരിക്കണു. നമ്മുടെ പണിയൊക്കെ ഞാൻ തന്നെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ചക്ക ചിപ്സ്. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ എല്ലാതും ഒരേ ഷേപ്പിലാക്കിയിട്ട് ഒരേ ഷേപ്പൊന്നുമല്ല, നീളത്തിൽ എന്താക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ അതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഉപ്പ് വെള്ളം വേണം. അത് തന്നെ കുറച്ച് ഉപ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞളാണ്. ഇതെല്ലാം ഫ്രൈ ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റേജിലാണ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസുമേന്നല്ല, അടുപ്പിലാണ്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം, നല്ലപോലെ ചൂടാവണം, നല്ലപോലെ തീ കത്തും വേണം. അതുകൊണ്ട് തന്നെ നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ബാച്ചായിട്ടാണ് ചക്ക ഇടുന്നത്. ഇപ്പോൾ ഒരു ബാച്ചാണ്. നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചില ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നൊരു റെസിപ്പിയാണിത്. പക്ഷെ കൂടുതൽ ടൈം എടുത്താലും ഭയങ്കര ടേസ്റ്റല്ലേ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ഉണ്ടാക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണത്. കുറച്ച് വലുത് പിന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ എണ്ണ നന്നായി തിളച്ചെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. നമ്മൾ ഈ സ്റ്റേജിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്തെടുക്കില്ല, കാരണം ആ എണ്ണയിൽ ആ മഞ്ഞളിൻ്റെ കളറ് ചേർന്നിരിക്കും. അപ്പം നെക്സ്റ്റ് ബാച്ച് ചെയ്യുമ്പോഴും നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. ആ കളർ അതിന് കിട്ടിക്കോളും. ഈ എണ്ണയിൽ ഇതിന് മഞ്ഞൾ കളറൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ ചോദിക്കും ഉപ്പ് ചേർത്തെടുക്കുന്നില്ലേന്ന്. ഉപ്പ് ചേർത്തെടുക്കും. ഇതിന് ലാസ്റ്റ് സ്റ്റേജിലാണ്, ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുമ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താണ് ഒന്നും കൂടി ഇതിൻ്റെ ശരിക്കുള്ള ഒരു ബ്രൗൺ ഗോൾഡൻ കളറൊക്കെ കിട്ടുക. ഇപ്പോൾ ഇതൊന്നും ക്രിസ്പി ആയിട്ടൊന്നുമില്ല, ഒന്ന് പൊള്ളച്ച് വന്നിട്ടേ ഉള്ളൂ. ഒന്നും കൂടി ഇത് റെഡിയാക്കി വെക്കണം. അപ്പോൾ തീ നല്ലപോലെ കത്തിക്കണം. ഇപ്പോൾ ഇതിന് കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്ന് പൊട്ടിത്തെറിക്കുമോ. പൊട്ടിത്തെറിക്കൊന്നുമില്ല. അപ്പോൾ നല്ലൊരു സൗണ്ടോടെ ഇത് പൊങ്ങി വരും, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികമായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ നല്ല ഉപ്പാവും. ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലുള്ള സ്പൂണിൻ്റെ അളവ് മതി, 2 സ്പൂണോളം. ഇപ്പോൾ നമ്മുടെ ചക്ക ചിപ്സിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഒന്നും കൂടി ക്രിസ്പി ആവണം. ഇതിപ്പോൾ ഇങ്ങനെ കോർത്താൽ ശരിയായിട്ട് കിട്ടില്ല, ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരിയെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം.
കണ്ടോ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ചിപ്സാണിത്. എത്ര കഴിച്ചാലും മതി വരത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം ഒന്നും പുറത്തുനിന്ന് കിട്ടില്ല, ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ തന്നെ ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കില്ല. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നിങ്ങളിത് വെച്ചിട്ട് എവിടേക്കും മാറി നിൽക്കരുത്, കരിഞ്ഞു പോകും, പിന്നെ ഒന്നിനും പറ്റൂല. നന്നായിട്ടൊന്ന് പൊള്ളച്ച് വരികയും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുകയും ചെയ്താൽ നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കാദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പുവെള്ളം ചേർത്ത് പൊട്ടിത്തെറിക്കുമോ, വെള്ളമല്ലേ ചേർത്ത് കൊടുക്കുക എന്നത്, അതുകൊണ്ട് പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു സൗണ്ടായിട്ട് വന്നിട്ട് തിളച്ച് ഇതാവുള്ളൂ, പൊട്ടിത്തെറിക്കൊന്നുമില്ല. എനിക്കാദ്യം പേടിയുണ്ടായിരുന്നു, പിന്നെ ഞാൻ സൂം ചെയ്തിരുന്നു എങ്ങാനും പൊട്ടിത്തെറിച്ചാലോ വെച്ചിട്ട്. എണ്ണയ്ക്കല്ലേ വെള്ളം പാരുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാലോ വെച്ചിട്ടാണ് ഞാൻ. പക്ഷേ ഉമ്മ പറഞ്ഞൊരു കുഴപ്പമില്ല, നല്ലൊരു സൗണ്ടായിട്ട് വരുന്നേ ഉള്ളൂ, ഒന്നും ആവില്ല പറഞ്ഞിട്ട്. പിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ക്രിസ്മസ് ആയിട്ട് നമുക്കൊന്ന് കോരെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കൊന്ന് അരിപ്പയിലേക്ക് നേരത്തെ ഇട്ടുകൊടുത്തേക്ക് തന്നെ ഇട്ടുകൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക ചിപ്സ്. നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ചക്ക വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഇത് ചെയ്തെടുക്കാൻ അരിയലാണ് കുഴപ്പം. ക്ഷമയുള്ള ഒരാളടുത്ത് അരിയാൻ കൊടുത്താൽ മതി, ക്ഷമയില്ലാത്തതാണെങ്കിൽ നല്ല പണിയാണ്. നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, ചൂടാറിയ ശേഷം ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടോ, ഇതാണ് ചക്ക ചിപ്സ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പൊട്ടിക്കാൻ കുറച്ച് ഇതുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്യുകയും ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.